ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ പോലുള്ള പരീക്ഷകളിലെ യൂണിഫോം പോസ്റ്റിലേക്കുള്ള പരീക്ഷകളിലെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ആയിട്ടുണ്ട്. അതിൻ്റെ കൺഫർമേഷനും ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും കൺഫർമേഷൻ എൻഡ് ചെയ്ത ഡേറ്റും, പിന്നെ എന്നാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്, എത്ര പേര് അപേക്ഷിച്ചു, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിലബസും കോമൺ ആയിട്ടുള്ള സിലബസ് നമുക്ക് നോക്കിപ്പോകും. പിന്നെ ആ സിലബസിനകത്ത് ഡ്രൈവർ ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു 30 മാർക്കിനുള്ള ടോപ്പിക്കുണ്ട്. ആ 30 മാർക്കിനുള്ള ടോപ്പിക്കിന് ഉള്ള ന്യൂ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ വഴിയാണ്, പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമുക്ക് കോഴ്സ് ലഭിക്കുക. വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻഡ് കമൻറ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും കേട്ടോ. നേരത്തെ എടുത്ത കോഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ടെലഗ്രാം ചാനൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്ന് പറയുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടും വിളിച്ചിട്ടുണ്ട്. NCA നോട്ടിഫിക്കേഷൻ ACCC ആയിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയുടെ 472/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വരുന്നതിൻ്റെ എന്നാണ് അതിൻ്റെ എക്സാം നടക്കുന്നതെന്ന് നോക്കാം. അത് എക്സാം നടക്കുന്നത് 15/7/2025 കേട്ടോ. എന്നാണ് 15/7/2025 എക്സാം നടക്കുന്നത്. ഓക്കെ, എക്സാമിനേഷൻ ഡേറ്റ് എന്നുള്ളത്. അതിൻ്റെ ഹാൾ ടിക്കറ്റ് 1/7/2025 മുതൽ 1/7/2025 മുതൽ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22/4/2025 മുതൽ 11/5/2025 വരെയാണ് കൺഫർമേഷൻ നൽകാനായിട്ട് സാധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല. കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എക്സാം എഴുതാനായിട്ട് സാധിക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, പിന്നെ അതുപോലെ തന്നെ പ്ലേസ്, സ്ഥലം സെലക്ട് ചെയ്യുന്ന, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം, തമിഴ്, കന്നഡ എന്ന് പറയുന്ന ഓപ്ഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. അതിനകത്ത് നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടെങ്കിൽ മലയാളം എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ, OMR പരീക്ഷ തന്നെയായിരിക്കും. 99% 100 മാർക്കിനാണ് പരീക്ഷ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ 1 മണിക്കൂറും 30 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് എക്സാം എന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ അപേക്ഷകരെ എന്നുള്ളത് 15,489 കേട്ടോ. കൺഫർമേഷന് മുന്നേ ഉള്ള അപേക്ഷകരുടെ എണ്ണം, ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള അപേക്ഷകരുടെ എണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,489 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നിലവിൽ ഇപ്പം കൺഫർമേഷൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ നൽകാവുന്നതാണ്. 22/4/2025 മുതൽ 11/5/2025 വരെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ നൽകേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനങ്ങൾ നടന്നു, അതിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പോലീസ് ഡ്രൈവറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറിൻ്റെ ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബറ്റാലിയൻ വൈസ് ഒന്നുമല്ല, സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 56.67 ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 56.67 ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതിനെ എത്രയാണ് 5 ടോപ്പിക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്കിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്, ആ പൊതുവിജ്ഞാനത്തെ 9 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണ സംവിധാനങ്ങൾ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന 9 സബ് ടോപ്പിക്കായിട്ട് പൊതുവിജ്ഞാനത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ആനുകാലിക വിഷയങ്ങൾ, അഥവാ കറണ്ട് അഫയേഴ്സ്, CA ആണ് പറയുന്നത്. അതിന് 10 മാർക്കാണുള്ളതെന്ന് ഓർത്തിരിക്കുക. എല്ലാത്തിനും ഓരോ മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്സ്, ലഘുഗണിതം, മാനസികശേഷി, നിരീക്ഷണ പാഠപരിശോധന എന്നുള്ളത് 10 മാർക്കാണെന്ന് പറയുക. പിന്നെ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് 20 മാർക്ക് അല്ലേ. നാലാമത്തെ ഒരു പാർട്ടായിട്ട് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസിന് അടിസ്ഥാനമാക്കിയ ചോദ്യം 30 മാർക്ക്. അത് ന്യൂ സിലബസ് പ്രകാരമുള്ളതെന്ന് ഓർത്തിരിക്കുക. ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അത് സിലബസ് പ്രകാരം തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് കോമൺ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആ സിലബസ് കയറി നോക്കാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഉണ്ട്. ആ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനെയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാട്ടിനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് പറയുന്നുണ്ട്. സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകദേശം അതേ സിലബസ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് തന്നെ ചാനലിൽ കിടക്കുന്നുണ്ട്. പുതിയത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. കാറ്റഗറി നമ്പർ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ പാർട്ട് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 5ാമത്തെ പാർട്ട് മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഡ്രൈവ് ലൈസൻസ് അടിസ്ഥാനമൊക്കെ ചോദിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ഫീ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് നമുക്കൊരു പോസ്റ്റ് നോക്കാം. ഫയർമാൻ. നമ്മൾ ഈ ഒരു ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ നമ്മൾ ഡ്രൈവർ ഉദ്യോഗാർത്ഥികളെ യൂണിഫോം പോസ്റ്റും അല്ലാത്തതും ഡ്രൈവർക്ക് മോയെയും ഹൈക്കോർട്ടിലേക്ക് വിളിക്കുന്ന ഡ്രൈവർ പോസ്റ്റുകൾ, ഷോഫർ പോസ്റ്റുകളൊക്കെ ഉദ്ദേശിച്ചും വെച്ചുകൊണ്ട് എടുത്ത സെപ്പറേറ്റ് തുടങ്ങിയ ചാനലാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് എന്ന ചാനലിന് സെപ്പറേറ്റ് തുടങ്ങിയ ചാനലാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറാണ്. കാറ്റഗറി നമ്പർ ജനറലിൽ വരുന്നത് 427/2024. അത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്, അതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബറ്റാലിയൻ വൈസ് അല്ല, CPO ഒക്കെ വിളിക്കുന്ന പോലെ ബറ്റാലിയൻ വൈസ് അല്ല, സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാം നടക്കുന്നത് 17/7/2025 ടു തേഴ്സ്ഡേ ആണ്. 17/7/2025 തേഴ്സ്ഡേ ആണെന്ന് ഓർത്തിരിക്കുക. ഹാൾ ടിക്കറ്റ് 3/7/2025 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫർമേഷൻ 22/4/2025 തൊട്ട് 11/5/2025 വരെ നൽകാമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കൺഫർമേഷൻ നൽകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയ ഒക്കെ സെലക്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ അപേക്ഷകർ എന്നുള്ളത് 21,074 കേട്ടോ. 74 കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് പേരും കൂടെ കുറയുമെന്ന് ഓർത്തിരിക്കുക. 21,074 ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതിന് ഹെവി വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹെവി വേണം. ഹെവി ഇല്ലാത്തവർ എങ്ങനെയെങ്കിലൊക്കെ അപേക്ഷൻ്റെ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചാൻസ് കളയാതെ ഹെവി ഉള്ളവർ, കറണ്ട് ഹെവി ലൈസൻസ് ആണ് ഇതിന് വേണ്ടത്, ഉള്ളവർ മാത്രമേ ഇതിന് കൺഫർമേഷൻ കൊടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, ആസ് പെർ നോട്ടിഫിക്കേഷൻ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അതിൻ്റെ നമുക്ക് സിലബസ് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ തന്നെ സിലബസ് ആണ്. ഈ പറഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെ സെയിം തന്നെ സിലബസ് ആണ്. ഏകദേശം മാറ്റം വരുന്ന ഒരു അടുത്ത് മാത്രമാണ് മാറ്റം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോലിയുടെ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു 20 മാർക്കിൻ്റെ വരുന്നുണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ കോമൺ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ്, പിന്നെ ഇതിൻ്റെ നിയമനം കൂടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെ നിയമനം നോക്കില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും പോലീസിനെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെ നിയമനം നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. APO ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടോ. APO ഡ്രൈവറും വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫീസർ കം ഡ്രൈവർ എന്നുള്ളത്. അത് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഈ പറയുന്ന ഡേറ്റിൽ തന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫീസർ കം ഡ്രൈവർ എന്ന് പറയുന്നത് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാം നടക്കുന്നത് 22/7/2025 8/7/2025 മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. 22/4/2025 തൊട്ട് 11/5/2025 വരെ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. 18,321 അതിൻ്റെ അപേക്ഷ വരുന്ന ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് ഫയറിൻ്റെയും പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെയും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമനം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയുടെയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമനം ആണ് ഇവിടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 191ാമത്തെ റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 191 നിയമനമെന്നല്ല, OC 191 എന്നിവിടെ കൊടുത്തിരിക്കുന്നതിന് അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ, അതായത് മെയിൻ ലിസ്റ്റിൽ 191ാമത്തെ റാങ്കുള്ള ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന യാതൊരു സംവരണവും ഇല്ലാതെ വരുന്ന ഉദ്യോഗാർത്ഥിക്ക് 191ാമത്തെ റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈഴവ മെയിൻ ലിസ്റ്റ് 203ാമത്തെ റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിച്ചു. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12ാമത്തെ വ്യക്തിക്ക്, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എല്ലാവരും പോയിട്ടുണ്ട്. 4 പേരായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എല്ലാവരും പോയിട്ടുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുസ്ലിം 201ാമത്തെ റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടോട്ടൽ നിയമനം ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ. ഇനി ഇതിൻ്റെ ടോട്ടൽ നിയമനം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 211 ഓർത്തിരിക്കുക. ഓക്കെ, വേറെ സൈറ്റിൽ നോക്കുമ്പോൾ 211 കാണിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നെ. അപ്പോൾ അത് പ്രകാരം ഇതാണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇനി പോലീസ് ഡ്രൈവറുണ്ട് അല്ലേ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുണ്ട് നിയമനം നോക്കാം.
1000-ന് മുകളിൽ നിയമനം പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 1028ാമത്തെ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്, പോലീസിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓർമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ കട്ട് ഓഫ് മാർക്ക് 1 സെക്കൻഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലീസിൻ്റെ കട്ട് ഓഫ് മാർക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. 55.33 ആണ് കേട്ടോ. 55.33 കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് ഒന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ.